ഹലോ ഗൈസ്, അങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷനും കഴിഞ്ഞിരിക്കുകയാണ്. ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വന്ന 3 പേരെന്ന് പറഞ്ഞാൽ ഒന്ന് സാബുമാൻ, ഒന്ന് ആര്യൻ, അതുപോലെ തന്നെ അനിമോൾ നൂറയും സെയിം വോട്ടാണ് കിട്ടിയത്. അതിൽ ആര് തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അനിമോളെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ അനിമോളാണ് വന്നിരിക്കുന്നത്. അങ്ങനെ 3 പേരാണ് ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ ക്യാപ്റ്റൻസിയിൽ ഒരിക്കലും ഇനി ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ പാടില്ല. ഈ എല്ലാവരെയും ഇനിയിപ്പോൾ ഇവർ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവസാന ആഴ്ചകളിലൊക്കെ ഇനി ബിഗ് ബോസ് അങ്ങ് തിരഞ്ഞെടുക്കണം. ഇനി ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ബിന്നി ആയിരിക്കും മേ ബി പോകാൻ സാധ്യത. ബിന്നിയാണ് ഏറ്റവും കുറവ് സപ്പോർട്ടുള്ളത്, ബിന്നിക്കാണ്. അതുകൊണ്ട് ബിന്നി ഒരാളാണെങ്കിൽ ബിന്നിയാണ്, 2 പേരാണെങ്കിൽ ബിന്നിയും നെവിനുമായിരിക്കും. നെവിൻ എന്തായാലും പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജിസേലിൻ്റെ കാര്യം നോക്കിയപ്പോൾ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആരാണ് പോകണമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ലക്ഷ്മി പോകാനുള്ള സാധ്യതയില്ല. സാബുമാൻ ഓർ നെവിൻ ഓർ 2 പേരിൽ ഒരാൾ. പക്ഷേ ബിന്നി ഉറപ്പായിട്ടും പോകും. ഇനി ബിന്നിനെ നിർത്താൻ ഏഷ്യാനെറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഏഷ്യാനെറ്റിൻ്റെ പ്രോഡക്റ്റ് ആണല്ലോ ബിന്നി. പക്ഷേ ബിന്നിക്ക് ഒരുപാട് സപ്പോർട്ട് കുറവാണ്. വളരെ കുറച്ച് വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ബിന്നി നേരത്തെ പോകേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുത്തിത്തിരിപ്പ്, കുശുമ്പ്, അസൂയ, ഏഷണി ഇതെല്ലാം ബിന്നിയുടെ കൈമുതലാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഇവിടെ ടാസ്ക് ചെയ്തത് ഞാനിപ്പോൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വലിയ ലോങ് വീഡിയോ ഇടാതിരുന്നത് കൊണ്ടാണ്. ലോങ് വീഡിയോയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഷാനവാസ് ഈ ജയിൽ നോമിനേഷനിൽ അനീഷിനെ കുറിച്ചിട്ട് ആദ്യം ഭയങ്കരമായിട്ട് എല്ലാവരും സുപ്രഭാതം കാത്തിരിക്കുന്നു. അനീഷ് ഭയങ്കര മികച്ച ഗെയിമറാണ്, ഒരുപാട് ആൾക്കാരാണ് അനീഷിനെ ഇഷ്ടപ്പെടുന്നത്, ഫാൻ ബേസ് ഉണ്ട് എന്നൊക്കെയാണ് മോർണിംഗ് ടാസ്കിൽ പറഞ്ഞെങ്കിലും ജയിൽ നോമിനേഷനിൽ നേരെ തിരിച്ചിട്ടാണ് ഷാനവാസ് അനീഷിനെ കുറിച്ച് പറഞ്ഞത്. അവൻ കള്ളനാണ്, ഇവൻ്റെ കള്ളം ഞാൻ പൊളിച്ചെടുക്കും, ഇവൻ അങ്ങനെയാണ്, ഇവനെല്ലാം സ്ട്രാറ്റജിയാണ്, മറ്റേതാണ് മറിച്ചേതാണ്. അതുപോലെ തന്നെ അനീഷ് ഒരു ചെടി നട്ടിട്ടുണ്ടായിരുന്നു. ചെടി മീൻസ് അവിടെ ഒരു ഇഞ്ചി കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചു. അപ്പോൾ ഇഞ്ചിയുടെ ഒരു തൈ മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സന്തോഷത്തിൽ പിന്നെ അനീഷ് പിന്നെ നമ്മുടെ ഷാനവാസിനെ കാണിക്കുമ്പോൾ പറയുന്നത് അതും നിൻ്റെ സ്ട്രാറ്റജിയാടാ, നിൻ്റെ ഗെയിമാണ്, ഇതും നിൻ്റെ ഗെയിമാണ്. അനീഷ് എങ്ങോട്ട് തിരിഞ്ഞാലും എവിടെ പോയാലും ഷാനവാസിന് പറയാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ, ഗെയിം സ്ട്രാറ്റജിയാണ്, ഇത് ഞാൻ പൊളിച്ചെടുക്കും. എന്തടേ ഇത്? ഈ ഷാനവാസിന് വേറൊരു ഗെയിമില്ല. അനീഷിൻ്റെ പുറവേ നടന്ന് ആദ്യം എങ്ങനെയായിരുന്നു? അനീഷിൻ്റെ പുറവേ നടന്ന് സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി അനീഷിൻ്റെ കയ്യും കാലും പിടിച്ച് സൗഹൃദം ഉണ്ടാക്കി ലാസ്റ്റ് അത് സൗഹൃദം ഉണ്ടാക്കിയെടുത്ത് ഐ ലവ് യു പറയിച്ച് ലാലേട്ടനെ ഐ ലവ് യു പറയിച്ച് അതൊരു കോംബോ ആക്കിയെടുത്ത്. അപ്പോൾ അനീഷ് ജയിലിലിരുന്ന് ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ലക്ഷ്മി ഇങ്ങനെ വേദനിച്ചോ എന്ന്, നിങ്ങൾക്ക് വിഷമിച്ചോ, നിങ്ങൾ വേദനിച്ചോ, നിങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടാണോ നിങ്ങളന്ന് സുപ്രഭാതം പറയുന്നത്, ഡാൻസ് കളിക്കാൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറയുന്ന കുറച്ച് ഡയലോഗുകളുണ്ട്. ഞാൻ ഒരാളിനെ ഇഷ്ടപ്പെട്ടാൽ അത് ആത്മാർത്ഥമായിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും അടുക്കാത്തത്. ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോൾ റിയാലിറ്റി ഷോയാണ്. നമ്മൾ എല്ലാവരോടും ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് പോയി കഴിഞ്ഞാൽ അവരെ കുറ്റം പറയേണ്ടി വരും, അവരെ നോമിനേറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് വെക്കില്ല. പക്ഷേ ഞാൻ ഷാനവാസിനെ സ്നേഹിച്ചത് വളരെ ആത്മാർത്ഥമായിട്ടാണ്. എപ്പോഴും ആ സ്നേഹം, ഷാനവാസ് എന്നെ എന്ത് പറഞ്ഞാലും ആ സ്നേഹം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടാവും. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഷാനവാസിനോട് സ്നേഹമാണ്. കറക്റ്റാണത്. ഈ മെഡിസിൻ എടുത്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും ഷാനവാസ് അതും ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നു. 60 ദിവസം മെഡിസിൻ എടുത്ത് കൊടുത്ത ഒരാൾ 61ാമത്തെ ദിവസം പറയുന്നു അത് അയാളുടെ സ്ട്രാറ്റജിയാണ്. എന്ത് വിവരക്കേടാണ് ഷാനവാസ്. അപ്പോൾ പറഞ്ഞു, എന്നെ 30 വർഷമായിട്ട് 16 വർഷമായിട്ട് എൻ്റെ ഫാദറിന് ഞാൻ മെഡിസിൻ എടുത്ത് കൊടുക്കുന്ന ആളാണ്. അപ്പം ഞാൻ മെഡിസിൻ എടുത്ത് കൊടുക്കുമ്പോൾ അത്രമാത്രം എനിക്ക് ആഗ്രഹത്തോടെ, അല്ലെങ്കിൽ എൻ്റെ സന്തോഷത്തോടു കൂടിയാണ് മെഡിസിൻ കഴിച്ച് അസുഖം മാറ്റുക എന്നുള്ള വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടാണ് ഞാൻ മെഡിസിൻ തരുന്നതെന്ന് പറയുമ്പോൾ അതും നിൻ്റെ ഗെയിം സ്ട്രാറ്റജിയാടാ, അത് ഞാൻ പൊളിച്ചെടുക്കൂടാ. എന്തോ ഷാനവാസിന് എന്താ ചെയ്യേണ്ടതെന്ന് ഷാനവാസിന് പറയല്ലേ. എനിക്ക് തോന്നുന്നു ഷാനവാസിന് ചില സമയത്ത് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം എന്ത് പറയണം ഏത് പറയണമെന്ന് അറിയാതെ ഒരു കാര്യമില്ലാതെ അനീഷിൻ്റെ തോളിലോട്ട് കയറാൻ പോകണം. ആര്യനുമായിട്ട് രാത്രി അടി നടന്ന സമയത്തും മെനഞ്ഞാന്ന് രാത്രി സാബുണ്ണം വന്ന സമയത്ത് ആര്യനായിട്ട് അടി നടന്ന സമയത്തും അനീഷ് ഇടയ്ക്ക് കയറിയതുകൊണ്ട് മാത്രമാണ് അതൊരു വലിയ അടിയിൽ കലാശിക്കാൻ. അതല്ലേ ഉറപ്പായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായതിന്. അപ്പോൾ പറയും, നീ ആരടാ, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, നീ ആരടാ, നീ പോടാ, നീ എന്തിനടാ ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനടാ നീ ഇടപെടുന്നു ചോദിച്ച് അവിടെ അനീഷിനെ തല്ലി കീറാൻ ചെല്ലുന്നുണ്ട്. അത് ഞാൻ അപ്പോഴും ആലോചിച്ച് ഷാനവാസിന് എന്താണ് പ്രശ്നം. ഇന്നിപ്പോൾ രാവിലെ ഷാനവാസ് അനീഷിനെ കുറിച്ച് വളരെ നന്നായിട്ട് പറയുന്നു. മോർണിംഗ് ആക്ടിവിറ്റിയിലും എല്ലാവരും ഓർക്കുന്ന ഒരാളാണ്, മികച്ച ഗെയിമറാണ്, ഭയങ്കര നല്ലൊരു മനുഷ്യനാണ് അവൻ, ഇതാണ് എല്ലാം പറഞ്ഞ് അവൻ്റെ സുപ്രഭാതം കേൾക്കാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ എല്ലാ ദിവസവും രാവിലെ വെയിറ്റ് ചെയ്താണ് ഇതെല്ലാം. അപ്പോൾ വീട്ടുകാർ വന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവരെ അറിയിച്ചിട്ടുണ്ട്. നമ്മളെയൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരുടെയും വീട്ടുകാർ വന്ന് അറിയിച്ചിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാൾ ജയിൽ ടാസ്ക് ആയപ്പോൾ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു ഇപ്പം പെരും കള്ളനാണ്, ഇവൻ്റെ എല്ലാം ഗെയിം സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമുക്ക് തോന്നി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും മെൻ്റൽ പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, അതോ ഇയാളുടെ ഗെയിം സ്ട്രാറ്റജി ആണോ, ഇത് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ലക്ഷ്മിയോട് പറയുന്നുണ്ട്. ലക്ഷ്മി എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ മനസ്സറിഞ്ഞിട്ട് നല്ല ഒരു സപ്പോർട്ട് കൊടുക്കാനായിരിക്കും. ചിലപ്പോൾ അത് ലക്ഷ്മിയുടെ ഗെയിം സ്ട്രാറ്റജിയും ആകാം. കാരണം അനീഷിനോട് കൂട്ടുചേർന്ന്, അനീഷിന് നല്ല ഫാൻ ബേസ് ഉണ്ടെന്നറിയാം. അപ്പോൾ അനീഷിനോട് കൂട്ടുചേർന്നിട്ട് അതൊരു നല്ലൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് കൊണ്ടുപോകാനായിട്ടായിരിക്കാം ചിലപ്പോൾ. എന്ത് തന്നെയായാലും അനീഷിൻ്റെ കൂടെ ലക്ഷ്മി നിന്നാൽ, കട്ട സപ്പോർട്ട് നിന്നാൽ നമ്മളെല്ലാം ലക്ഷ്മി സപ്പോർട്ട് ചെയ്യും. കാരണം അനീഷിൻ്റെ കൂടെ ആര് നിൽക്കുന്നു, അപ്പം ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, അനീഷിൻ്റെ കൂടെ ആര് കട്ട സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നോ അവരെ നമ്മൾ ഉറപ്പായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യും. അതിപ്പം നല്ല രീതിയിലാണെങ്കിൽ, നല്ല രീതിയിൽ കളിച്ചാൽ. ഇതിനിടയ്ക്ക് കുടില തന്ത്രം വെച്ചിട്ട് നമ്മുടെ ഷാനവാസിനെ പോലെ പുറകിൽ നിന്ന് കുത്തുകയും മോശമാക്കുകയും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെടുത്ത് വലിച്ചു കീറുകയും ചെയ്യും. ഇപ്പോൾ അനുമോളുടെ കാര്യം തന്നെ പറയാം. അനുമോൾ അനീഷുമായിട്ട് നല്ല ഇതായിരുന്നു. ഈ ആദില നൂറയുടെ കൂടിയതിന് ശേഷം ഇന്നിപ്പം ലക്ഷ്മി എടുത്ത് പറഞ്ഞ ലെസ്ബിയൻ LGBT കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ അനുമോൾ മാറിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ആദില നൂറയ്ക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ടുണ്ടല്ലേ, പുറത്ത് ഭയങ്കര സംഭവമാണ്, അവർ ഭയങ്കരമായിട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ ആലോചിച്ചിട്ടാണോ എന്തോ അനുമോൾ ഈ ആദില നൂറയോട് ഇത്രയും കൂട്ടുകൂടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് വഴക്കിന് ചെല്ലുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അനീഷിനെയൊക്കെ നോക്കുന്ന നോട്ടം എന്തോ ഒരു ഭയങ്കര മോശക്കാരൻ എന്നുള്ള രീതിയിലാണ് അനുമോൾ നോക്കുന്നത്. അതൊന്നും ശരിയായ ഒരു ഇടപാടല്ല. കാരണം അവർ നന്നായിട്ട് അനീഷായിട്ട് അനുമോളുമായിട്ട് നല്ലതായിട്ട് രീതിയിൽ സ്നേഹമായിട്ടിരുന്നപ്പോൾ വളരെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളെല്ലാം വളരെ നല്ല സന്തോഷത്തോടെ വീഡിയോ ഇട്ട ആൾക്കാരാണ്. അപ്പോൾ യാദില നൂറയുടെ കൂടി കഴിഞ്ഞപ്പോൾ യാദില നൂറ എന്ന് പറഞ്ഞാൽ അനുമോളെ കെണിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് അനുമോളത് മനസ്സിലാക്കുന്നില്ല. അനുമോളെ കെണിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആദിലയും നൂറയും കളിക്കുന്നത്. പ്രത്യേകിച്ച് നൂറ. ആദില കുറച്ചും കൂടി കുരുട്ട് ബുദ്ധി ഇല്ലാത്തൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡാണ്. കുറച്ചും കൂടി എടുത്തുചാട്ടക്കാരി എന്നുള്ളതിനപ്പുറത്തേക്ക് ബിഹേവിയർ ഇല്ല, വളരെ എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടക്കാരി. പക്ഷേ നൂറ എന്ന് പറയുന്നത് ഭയങ്കര കള്ളിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കള്ളിക്ക് കള്ളന് കഞ്ഞി വെച്ചോളെന്നൊക്കെ പറഞ്ഞാൽ അതേ കണക്കുള്ളൊരു ക്യാരക്ടറാണ് നൂറ. നൂറ എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കുക, അല്ലെങ്കിൽ അനുമോളെ എങ്ങനെയും തറ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് ടോപ്പ് 5 വരിക, അതിനുശേഷം ഈ കൂട്ട്നെസ് എല്ലാം വാരി വിതറി ഭയങ്കരമായിട്ടൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലും വോട്ട് വാങ്ങിച്ച് കപ്പ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് നൂറ. അത് അനുമോൾക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഇവർ ആരെങ്കിലും ഒരാളെന്തായാലും അടുത്ത ആഴ്ച പോകണം. പോയില്ലെങ്കിൽ മാത്രം പോയെങ്കിൽ ഇവരുടെ കളി നമുക്ക് ആരെങ്കിലും ഒരാളെങ്കിലും കളിക്ക് നമുക്ക് കാണണ്ടേ. നമ്മൾ ഇത്രയും ദിവസം വോട്ട് കൊടുത്ത് നിർത്തിയ ആൾക്കാർക്കെങ്കിലും കാണാനുള്ളൊരു അവസരം കൊടുക്കണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ്. ഇപ്പോൾ എന്തായാലും ഷാനവാസിനോട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമാണ്. എന്തൊക്കെ പറഞ്ഞാലും അവൻ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് സ്നേഹമാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ജയിലിൽ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റി കൊടുക്കണ്ടേ. ആ തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റി കൊടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. തെറ്റിദ്ധാരണ അവനല്ലേ മാറ്റേണ്ടത്, ഞാനല്ലല്ലോ. അവൻ ധരിച്ച ധാരണ തെറ്റാണെന്നുള്ളത് അവനല്ലേ മാറ്റേണ്ടത്, ഞാനല്ലല്ലോ. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്നും ഷാനവാസിനോട് സ്നേഹമുണ്ടാവും. അത് നമുക്ക് കാണുകയും ചെയ്യാം. ഇയാൾ ചീത്ത വിളിച്ച് അല്ലെങ്കിൽ വഴക്കിട്ട് ഇയാൾ ചീത്ത പറഞ്ഞാലും കുറച്ച് നേരം മാറിയിരിക്കുമ്പോൾ അനീഷിൻ്റെ മുഖം പ്രത്യേകിച്ച് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു പുഞ്ചിരിയോട് കൂടിയാണ് നോക്കുന്നത്. അല്ലാണ്ട് ഒരു വിരോധം ഒരു ദേഷ്യം. എന്തുമാത്രം മോശമായിട്ടാണെന്നറിയോ ഷാനവാസ് പറയുന്നത്. അതാണൊക്കെ ഈ ഒരു കഥ വന്നപ്പോൾ ഇന്നലെ കഥ പറച്ചിലുണ്ടായിരുന്നില്ല. കഥ പറയുമ്പോൾ എന്നൊരു ടാസ്ക് സാബുണ്ണം കൊടുത്ത സമയത്ത് ആ ഒരു സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു. കഥ പറഞ്ഞു ലാസ്റ്റ് വില്ലനായിട്ട് അനീഷ് ഷാനവാസിനെ തന്നെ കൊണ്ടുവന്നെങ്കിൽ പോലും ഭയങ്കര സ്നേഹമായിട്ടൊന്നും വളരെ ഒരു ഇതായിട്ട് നോക്കുന്നത്. എന്നിട്ട് ആദിലിനെയാണല്ലോ ഇതിനകത്തൊരു വില്ലത്തിയാക്കി കൊണ്ടുപോകുന്നത്. നായിക എന്ന് പറയുന്ന നായകനും നായിക അനീഷും നായിക ആദിലയും അതുപോലെ തന്നെ അതിൻ്റെ വില്ലൻ ക്യാരക്ടറായിട്ട് വരുന്ന ഷാനവാസുമായിരുന്നു ആ കഥയിൽ. കുറച്ച് വളരെ നന്നായിട്ട് ആ കഥ പ്രസൻറ്റ് ചെയ്തു അനീഷ്. പിന്നെ എഴുത്തുകാരനായതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടല്ലേ. അപ്പോൾ ബിഗ് ബോസിനകത്തുള്ള ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു സ്റ്റോറി പറയേണ്ടത്. പക്ഷെ ഷാനവാസ് വളരെ മോശമായിട്ടാണ് അപ്പോഴും ആ ഒരു എന്താ പറയണേ, ഒരു കുടില ബുദ്ധിക്കാരൻ, ഒരു പെരുങ്കള്ളൻ എന്നുള്ള രീതിയിലാണ് ആ കഥയിൽ ഷാനവാസിൻ്റെ കഥയിൽ അനീഷിനെ ചിത്രീകരിച്ചത്. അപ്പോൾ അത് രണ്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തെങ്കിൽ പോലും അനീഷിൻ്റെ ആ മുഖം കാണുമ്പോൾ നമുക്കറിയാം ഒരു ചിരിയും ഒരു കുസൃതി തരങ്ങളും രീതിയിലാണ് ഷാനവാസിനെ നോക്കുന്നത്.